ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കർമ്മമാകുന്ന ചങ്ങല. ഭഗവാൻ ബാബ അരുളുന്നു. എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നേയുള്ളൂ ലോകത്തിൽ. ഏതാണത്? സുഖം. പക്ഷേ സുഖം അങ്ങനെ എളുതായി ലഭിക്കാറില്ല. വിഷയങ്ങളിൽ സുഖത്തെ തേടുന്നവനും നേടുന്നവനും ഒടുവിൽ അത് സ്ഥിരമായി സുഖം തരുന്നതല്ലെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ യഥാർത്ഥ സുഖം, ശാന്തി എവിടെയെന്ന് അവൻ തിരയാൻ തുടങ്ങും. സുഖം ദുഃഖത്തിന്റെ അകമ്പടിയോടെ വരൂ. സുഖം ഒരുവനെ ദുർവൃത്തനും മുരടനുമാക്കും. ദുഃഖം തളർത്തും തകർക്കും. സുഖത്തെ മാത്രമായി ഒരുവന് സ്വന്തമാക്കാൻ കഴിയില്ല. പക്ഷേ സുഖത്തിന് വേണ്ടി മാത്രമാണ് എല്ലാവരും കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതും. കർമ്മമാകട്ടെ ബന്ധനവും ദുഃഖവും വരുത്തും. പക്ഷെ ഒരാൾക്കും ഒരു നിമിഷം പോലും കർമ്മ വിമുഖനായിരിക്കുക സാധ്യവുമല്ല. കർമ്മത്തിന്റെ ഗതി അതിഗഹനമാണ്. സാമാന്യ ബുദ്ധിക്ക് അത് പിടികിട്ടുകയില്ല. അലംഘനീയമായ കർമ്മനിയമത്തിന്റെ ചങ്ങലകളിൽ കുരുങ്ങി ജീവൻ സുഖദുഃഖാദികളിൽ നട്ടം തിരിയുന്നു. ധൃതരാഷ്ട്രർ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അന്ധനായി ജനിച്ചത് എന്തുകൊണ്ട്? 100 മക്കൾ അരുങ്കൊല ചെയ്യപ്പെട്ടത് കേട്ടിരിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിന്ദയും പരിഹാസവും കേട്ട് എനിക്ക് എന്തുകൊണ്ട് ജീവിക്കേണ്ടി വന്നു? ഭഗവാൻ ഇതിനുത്തരമായി ധൃതരാഷ്ട്രർക്ക് ഒരു ദർശനം സമ്മാനിച്ചു. ഒരു ചെറുപ്പക്കാരൻ തടാകക്കരയിൽ അടയിരിക്കുന്ന ഹംസത്തെ എടുത്ത് അതിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നതും അതിന്റെ 100 മുട്ടകൾ തല്ലിപ്പൊട്ടിക്കുന്നതുമായ ദർശനം. അതിനുശേഷം ഭഗവാൻ അരുളി, എത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് അങ്ങ് ഒരു അരയന്നത്തിന്റെ കാഴ്ച നശിപ്പിച്ചു. അതിന്റെ ഫലമായി അങ്ങ് ജന്മനാ അന്ധൻ. വിരിയാത്ത 100 മുട്ടകൾ അന്ന് അങ്ങ് തകർത്തു. അതിന്റെ ഫലം വളർന്ന് മിടുക്കരായ 100 മക്കളുടെ ദുരന്ത മൃത്യു. ഞാനിതിനെല്ലാം സാക്ഷി മാത്രം. ആധുനിക കാലത്ത് വിവിധ തലത്തിലും മേഖലയിലുമുള്ള ഗവേഷണങ്ങൾ പൂർവജന്മ സിദ്ധാന്തത്തെ പിന്താങ്ങുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ വളരെ കൃത്യമായി ഇക്കാര്യം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. നാം വിതച്ചതേ നമുക്ക് കൊയ്യാനാവൂ. നമ്മുടെ ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റെതായ ഫലമുണ്ട്. കർമ്മം ചെയ്യുന്നയാളെ തേടി അതിന്റെ ഫലം ചെല്ലും. 100 കണക്കിന് പശുക്കൾക്കിടയിൽ നിൽക്കുന്ന തന്റെ അമ്മയെ പൈക്കിടാവ് കണ്ടുപിടിക്കും പോലെ നമ്മുടെ കർമ്മത്തിന്റെ ഫലം നമ്മെ തേടി കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. കർമ്മഫലം എങ്ങനെ വേട്ടയാടുന്നു എന്നതിന് ഉദാഹരിക്കാൻ പട്ടിയിൽ എത്രയോ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ ദുസ്ഥിതി ഭഗവാനോട് ഒരു പരമഭക്ത വിവരിക്കുന്ന സന്ദർഭം. ആദ്യകാലങ്ങളിൽ സ്വാമി വളരെ സുലഭനായിരുന്നു. സ്വാമിയോട് ധാരാളം സംസാരിക്കാനും സമയം കിട്ടുമായിരുന്നു. ആ ഭക്തയുടെ ദാരുണമായ കഥകൾ കേട്ട ശേഷം സ്വാമി അരുളി, സാരമില്ല, ഇത് ഇങ്ങനെ അങ്ങ് തീരട്ടെ. നോക്കൂ, ഈ ശരീരത്തിന്റെ മാതാവിന്റെ അവസ്ഥ. അവരുടെ ഒരു മകൾ വിധവ. ഒരു പേരക്കുട്ടിക്ക് ശരിയായ വളർച്ചയില്ല. ഇളയ മകന് രോഗപീഠ. ഇതെല്ലാം കർമ്മത്തിന്റെ ഫലങ്ങൾ. ഏത് വിധിയെയും മാറ്റിമറിക്കാൻ കഴിവുള്ള അവതാര പുരുഷനും കർമ്മഫലത്തെ സ്വീകരിക്കുന്നു. ഇത് കർമ്മഫലം. ഫിലിസ് ക്രിസ്റ്റൽ പ്രശസ്ത മനഃശാസ്ത്രജ്ഞയാണ്. ഒരിക്കൽ ദർശനത്തിനിരിക്കുമ്പോൾ അവരുടെ സമീപം ക്ഷീണിതയും ദരിദ്രയുമായ ഒരു അമ്മ, അവരുടെ മടിയിൽ തളർന്നു മയങ്ങുന്ന കുഞ്ഞ്. കുഞ്ഞിന് ധാരാളം ജന്മവൈകല്യങ്ങളും. ഫിലിസ് ക്രിസ്റ്റലിന് അനുകമ്പ തോന്നി. ആ സമയം ഭഗവാൻ എഴുന്നള്ളി. ക്രിസ്റ്റൽ ആ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിച്ചു. സമീപം എത്തിയ ഭഗവാൻ മനഃശാസ്ത്രജ്ഞയെ നോക്കി പുഞ്ചിരിച്ചു. ആ സമയം തന്നെ അവർക്കൊരു ദർശനമുണ്ടായി. ഒരു കോടതി മുറി. അതിൽ ക്രൂരനായ ഒരു ന്യായാധിപൻ. അയാൾ കടുത്ത ശിക്ഷ വിധിക്കുന്നു. ശിക്ഷ നടപ്പിലാക്കുന്നവൻ കുറ്റവാളിയെ ശിക്ഷിച്ച് രസിക്കുന്നു. അതോടെ ആ ദർശനം കഴിഞ്ഞു. ക്രിസ്റ്റൽ അമ്മയെയും മകനെയും നോക്കി. ശിക്ഷ വിധിച്ച ന്യായാധിപന്റെ ഛായ ആ അമ്മയ്ക്കുണ്ട്. മടിയിൽ മയങ്ങുന്ന കുഞ്ഞിന് ശിക്ഷ നടപ്പാക്കിയവന്റെയും. അവർ പരിഭ്രമത്തോടെ സ്വാമിയുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തെ ഭാവം ഇങ്ങനെയായിരുന്നു അത്രേ, ഞാൻ ഇടപെടണോ? ഇത് കർമ്മഫലം. പൂർവജന്മത്തിലെ ന്യായാധിപനും ശിക്ഷ നടപ്പാക്കിയവനും അമ്മയും കുഞ്ഞുമായി ജനിച്ചിരിക്കുന്നു. കർമ്മഫലം അനുഭവിക്കാൻ. ക്ലേശങ്ങൾ തീരട്ടെ. ഭഗവാന്റെ തിരുമുന്നിൽ വളരെ കാലം പാടാൻ കിട്ടിയ ഒരു പരമഭക്തൻ, അദ്ദേഹത്തിന്റെ ഒരു പുത്രന് മാനസിക ശാരീരിക വൈകല്യം. ഭഗവാൻ പലരുടെയും ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ട്. തന്റെ പുത്രനിലും അവിടുന്ന് എപ്പോഴെങ്കിലും കൃപ ചൊരിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഭഗവാനിൽ നിന്നും ഒരു സൂചനയും ഉണ്ടായില്ല. ഒരിക്കൽ വളരെ ദുഃഖിതനായി അദ്ദേഹം തിരുമുമ്പിലിരുന്നു. ഭജന കഴിഞ്ഞ് സ്വാമി തിരക്കി, എന്തേ നിനക്ക് വലിയ വിഷമം? ഒന്നുമില്ല സ്വാമി, തന്റെ ദുഃഖം മറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മകനെ കുറിച്ചല്ലേ ദുഃഖം? ഭഗവാന്റെ ചോദ്യം കേട്ട് അദ്ദേഹത്തിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി.
ഭഗവാൻ തുടർന്നു. വിഷമിക്കരുത്, അവൻ അത് അനുഭവിച്ചു തീർക്കട്ടെ. ഇപ്പോഴവന് സ്നേഹമുള്ള മാതാപിതാക്കന്മാരുണ്ടല്ലോ. മരുന്നും ഭക്ഷണവും വസ്ത്രത്തിനും ബുദ്ധിമുട്ടില്ലല്ലോ. ഞാനിപ്പോൾ ഇടപെട്ടാൽ മറ്റൊരു ജന്മത്തിൽ ഈ സാഹചര്യം ലഭിക്കില്ല. അപ്പോൾ അവൻ അന്ന് വളരെ ക്ലേശിക്കും. തിരിച്ചടി. കാലൊടിഞ്ഞ ഒരു അമ്മ വീൽ ചെയറിൽ ഇരിക്കുന്നത് കണ്ട് ഭഗവാൻ സമീപമുള്ള വിദ്യാർത്ഥികളോട് പറഞ്ഞു. അവരുടെ പ്രാർത്ഥന ഫലിച്ചു. വിദ്യാർത്ഥികൾക്ക് ഒന്നും മനസ്സിലായില്ല. ഭഗവാൻ ലഘുവായി വിവരിച്ചു. പൂർവജന്മത്തിൽ അവർ എന്നോട് പ്രാർത്ഥിച്ചിരുന്നു, അവരുടെ എതിരാളിയുടെ കാലൊടിയണേ എന്ന്. ആ പ്രാർത്ഥന ഫലിച്ചു. കാലൊടിഞ്ഞു, പക്ഷേ അത് അവരുടെ കാലായി പോയെന്ന് മാത്രം. സ്വയം കോടതി കയറും. ഒരിക്കൽ ഭക്തകൾക്ക് വിതരണം ചെയ്യുവാനായി ഭഗവാൻ സിൽക്ക് സാരി വാങ്ങിപ്പിച്ചു. അതിന്റെ ചുമതല കുടുംബറാവുവിനായിരുന്നു. സാരി എത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ തിരക്കി, സാരി എല്ലാം നല്ലതാണെന്ന് ഉറപ്പാക്കിയോ? ഉവ്വ്, കുടുംബറാവു പറഞ്ഞു. ഭഗവാൻ സാരി അടുക്കി വെച്ചിരിക്കുന്ന ഹാളിലെത്തി. നീ ഒരു മണ്ടൻ എന്ന് പറഞ്ഞിട്ട് പെട്ടിയിൽ ഏറ്റവും മുകളിലും താഴെയുമുള്ള കുറെ സാരികൾ മാറ്റി ഇടയ്ക്കുള്ളത് എടുത്തു നോക്കാൻ പറഞ്ഞു. കുടുംബറാവു അനുസരിച്ചു. താഴെയും മുകളിലും ഉള്ളത് നല്ല സാരികൾ, മറ്റുള്ളവ മോശവും. അയാൾ വഞ്ചിച്ചു. ഞാൻ അയാളെ കോടതി കയറ്റും, അദ്ദേഹം കോപത്തോടെ പറഞ്ഞു. ഭഗവാൻ അരുളി, വേണ്ട ബംഗാരു, നീ അയാളെ കോടതി കയറ്റണ്ട. അയാളുടെ കർമ്മങ്ങൾ തന്നെ അയാളെ കോടതിയിൽ എത്തിച്ചുകൊള്ളും. ഈശ്വരനെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണ് അയാൾ. ഭയപ്പെടുത്തുന്നതല്ലേ ഈ വചനങ്ങൾ? സർവകർമ്മങ്ങൾക്കും ഈശ്വരൻ സാക്ഷി. ആരും അറിയില്ലെന്ന് കരുതി നാം ചെയ്യുന്ന ഓരോന്നും ഈശ്വരനെ വിഡ്ഢിയാക്കാനുള്ള ശ്രമമാണ്. പക്ഷേ വിഡ്ഢിയാകുന്നതോ നാം തന്നെയും. ഈശ്വരനല്ല, നമ്മുടെ തന്നെ കർമ്മങ്ങളാണ് നമ്മെ ദുരിതത്തിലാഴ്ത്തുന്നത്. ഭാഗ്യത്തിന്റെ രഹസ്യം. തന്റെ ചുറ്റിനും ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് ഭഗവാൻ ചോദിച്ചു, നിങ്ങളൊക്കെ എന്റെ ചുറ്റിനും ഇത്ര സമീപമായി ഇരിക്കുന്നതിന്റെ കാരണം എന്താണ്? വിദ്യാർത്ഥികൾ മൗനം പൂണ്ടിരുന്നു. ഭഗവാൻ ഒരു കുട്ടിയെ നോക്കി പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം നിന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിരുന്നു, സ്വാമിയുടെ കോളേജിൽ പഠിക്കാൻ എന്റെ മകന് ഭാഗ്യം കിട്ടണമേ. മറ്റൊരു കുട്ടിയെ നോക്കി സ്വാമി പറഞ്ഞു, നിന്റെ മുത്തശ്ശിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നിനക്ക് ലഭിച്ചത്. വേറൊരു വിദ്യാർത്ഥിയെ നോക്കി സ്വാമി അരുളി, പൂർവജന്മത്തിൽ നീ ഈശ്വര സാമീപ്യത്തിനായി ഏറെ ആഗ്രഹിച്ചു, ശ്രമിച്ചു. ഇപ്പോൾ ആ കർമ്മം എന്റെ സാമീപ്യം എന്ന ഫലം നൽകുന്നു. ഭഗവാൻ തുടർന്ന് അരുളി, കർമ്മത്തിന്റെ ഗതി അതിഗഹനം. നിങ്ങളുടെ കർമ്മം തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വ്യക്തിയുടെ ജനനം തന്നെ കർമ്മം മൂലം. കർമ്മം മൂലം ജനിക്കുന്നു, കർമ്മത്തിലൂടെ ജീവിക്കുന്നു, കർമ്മത്തിൽ തന്നെ മരിക്കുന്നു. നന്മതിന്മകൾക്ക്, പുണ്യപാപങ്ങൾക്ക്, സുഖദുഃഖങ്ങൾക്ക്, ലാഭനഷ്ടങ്ങൾക്ക് കാരണം കർമ്മം മാത്രമാണ്. മനുഷ്യന്റെ ജന്മം മുഴുവൻ കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും കർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു. ചെറിയ വിത്ത് പോലെ അത് മുളച്ച് വൻ വൃക്ഷമായി മാറുന്നു. ഇത് മനസ്സിലാക്കി സത്കർമ്മങ്ങളിൽ മുഴുകുക. കർമ്മമാണ് ദുഃഖഹേതുവെങ്കിൽ കർമ്മത്തിൽ നിന്ന് ഒഴിവായിക്കൂടെ എന്ന് ചിന്തിച്ചേക്കും. അതും സാധ്യമല്ല. കാരണം ജന്മം കിട്ടിയത് തന്നെ കർമ്മം മൂലം കർമ്മം ചെയ്യാനാണ്. ആർക്കും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാനാവില്ല. മനപൂർവം ആരെങ്കിലും ഒന്നും ചെയ്യാതെ ആലസ്യം പൂണ്ടിരുന്നിട്ട് ഞാൻ കർമ്മം ഉപേക്ഷിച്ചു എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ അത്തരക്കാർ കപടാചാരന്മാർ തന്നെ. ജീവിച്ചിരിക്കണമെങ്കിൽ കർമ്മം ചെയ്തേ തീരൂ. അർജുനന് കർമ്മ വിമുഖത ഉണ്ടായപ്പോൾ ഭഗവാൻ ശക്തമായി താക്കീത് ചെയ്തു. തെറ്റിദ്ധാരണ മൂലം കർമ്മം ചെയ്യാനാവില്ലെന്ന് നീ പറഞ്ഞാലും നിന്റെ പ്രകൃതി, അതായത് വാസന, സംസ്കാരം നിന്നെ കൊണ്ട് കർമ്മം ചെയ്യിച്ചിരിക്കും. ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷ നേടാൻ ഒരേ ഒരു പോംവഴിയേയുള്ളൂ, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക. അതിനെയാണ് കർമ്മയോഗമെന്ന് ശാസ്ത്രം പറയുന്നത്. കർമ്മഫലത്തിലുള്ള ആഗ്രഹം ജന്മങ്ങൾക്കും ദുരിതങ്ങൾക്കും വഴിവെക്കും. പക്ഷേ ഫലത്യാഗശീലം ഒരുവനെ വിമുക്തനാക്കും. അതായത് കർമ്മഫലേച്ഛ രജോ ഗുണത്തിന്റെ സൂചനയാണ്, കർമ്മവിമുഖത തമോ ഗുണത്തിന്റെ ലക്ഷണം. ഇത് രണ്ടും ത്യജിക്കണം. നിയതമായ കർമ്മം ചെയ്യുക, ഫലത്തെ ത്യജിക്കുക. അതായത് കർമ്മഫലം ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുക്കുക. അതുതന്നെയാണ് കർമ്മഫലത്യാഗത്തിന്റെ സാരം. ഒരുവിന് വേണ്ടതൊക്കെ ഭഗവാൻ നൽകും. ധാർമ്മികമായി ജീവിച്ചാൽ മാത്രം മതി. ഇതിനർത്ഥം കർമ്മഫലത്തിന് അർഹതയില്ലെന്നോ ആ അവകാശം നിഷേധിക്കുകയോ അല്ല. ഫലം താനെ വന്നുകൊള്ളും. അതിനായി മനക്കോട്ടകൾ കെട്ടണ്ട എന്ന് സാരം. കർമ്മഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്ന് ഒഴിഞ്ഞ് കർമ്മം ചെയ്യണമെങ്കിൽ അതിന് സത്വഗുണം ആവശ്യം തന്നെ. ഇവിടെ അവനെ നയിക്കുന്നത് സംഘബുദ്ധിയല്ല, സമബുദ്ധിയാണ്. എല്ലാം അവിടുത്തെ സങ്കല്പം എന്ന ഭാവത്തിൽ കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹത്തിന്റെ ഒഴുക്ക് അവർണ്ണനീയം. അനന്തപൂരിലെ മഹിളാ കോളേജ് നിർമ്മാണ ചുമതല ഭഗവാൻ ഏൽപ്പിച്ചത് ഭവരാജു സത്യനാരായണനെ. അതേസമയം തന്നെ പ്രശാന്തി നിലയത്തിലും ചില നിർമ്മാണങ്ങൾ ആരംഭിച്ചു. 9 മാസം കൊണ്ട് ജോലി പൂർത്തിയായി.
വേറെ എവിടെയെങ്കിലുമാണ് ഇതേ ജോലി ഇത്രയും സംവിധാനങ്ങളോടെ ചെയ്താൽ പോലും 3-4 വർഷം കൊണ്ടേ അത് പൂർത്തീകരിക്കാൻ കഴിയൂ. എന്തുകൊണ്ട് ഇത് പെട്ടെന്ന് പൂർത്തിയായി? നിഷ്കാമ കർമ്മത്തിന്റെ ശക്തിയാണ് ഇതിന്റെ രഹസ്യം, ഭഗവാൻ വെളിപ്പെടുത്തി. മനുഷ്യന് ഇഷ്ടം അതാണ്. അഭിമുഖമുറിയിൽ ഭഗവാനും വിദ്യാർത്ഥികളും കൂടെ പ്രശസ്ത പത്രപ്രവർത്തകൻ VK നരസിംഹമൂർത്തിയും. ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നീ കുട്ടികളോട് കുറച്ച് സംസാരിക്കൂ. അദ്ദേഹം പറഞ്ഞു, അത് ശരിയല്ലേ സ്വാമി, ഇവിടെ ഈശ്വരൻ ഇരിക്കുന്നു, അപ്പോൾ മനുഷ്യൻ എന്തിനു സംസാരിക്കണം? ഈശ്വരൻ തന്നെ വേണം സംസാരിക്കാൻ. ഈശ്വരനും മനുഷ്യനും ഇടയിൽ മനുഷ്യൻ എന്തു കാര്യം? സ്വാമി അരുളി, അങ്ങനെയല്ല, ഈശ്വരൻ സംസാരിക്കുന്നതിനേക്കാൾ മനുഷ്യനിഷ്ടം മനുഷ്യൻ സംസാരിക്കുന്നതാണ്. അദ്ദേഹം ഭഗവാന്റെ വാക്കുകൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഭഗവാൻ അപ്പോൾ പറഞ്ഞു, നോക്കൂ, കുരുക്ഷേത്രത്തിൽ നടന്നത് എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ കാണാൻ പാണ്ഡവർക്കൊപ്പം ചെന്നു. അവിടെ വെച്ച് ഭഗവാൻ ഭീഷ്മരോടാണ് പറഞ്ഞത്, യുധിഷ്ഠിരന് ഉപദേശം കൊടുക്കൂ. അത് കേട്ട് ഭീഷ്മർ ഉപദേശിച്ചു. ശ്രീകൃഷ്ണൻ മൗനമായി എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അതങ്ങനെയാണ്. ചിലപ്പോൾ മനുഷ്യൻ പറയുന്നത് കേൾക്കാനാണ് കൂടുതൽ താല്പര്യം. ഈശ്വരനെ കേൾക്കാൻ ചിലപ്പോൾ താല്പര്യം കാണിക്കുകയില്ല. ഓം തത് സത്.